ഡൽഹിയിൽ കഥകളി കാണാൻ സ്വാഭാവികമായിട്ടും ഡൽഹിയിലത്തെ ഒരു എലീറ്റ് ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് വലിയ കേമന്മാരായിട്ടുള്ള ആൾക്കാർ ധാരാളം കാണാൻ വരുമല്ലോ. അപ്പോൾ അവർക്ക് അവിടുത്തെ സമ്പ്രദായം മുൻകൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കും ഒക്കെ നോട്ടീസും ഉണ്ടാവും. പിന്നെ കഥ ഒന്ന് പറയാൻ മലയാളികൾ തന്നെയായിരിക്കും അധികം. ഈ മലയാളം അറിയാത്തവർ വളരെ ചുരുക്കിയാണ് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്ത് കയ്യിൽ കൊടുക്കും. മറ്റേ മലയാളത്തിൽ ഞാൻ എൻ്റെ വകയാ ചിലപ്പോൾ അധികം പതിവ് ആ കഥയുടെ ഭാഗം എന്ന് പറയല് അങ്ങനെയാണ്. പിന്നെ അധികമൊന്നും ഓഡിയൻസ് അത്ര ഉണ്ടാവാറില്ല ആദ്യം. പിന്നെ ഈ കുട്ടികൾ പഠിക്കാൻ ധാരാളം തുടങ്ങി. പിന്നെ ആദ്യം സ്റ്റുഡൻ്റേ ഉണ്ടായിരുന്നില്ല, പെൺകുട്ടികളാണ് അവിടെയും. ഇവിടുത്തെ കല്ലായിക്കുളങ്ങര ഗ്രാമം അതിൽ പെൺകുട്ടികളാണ് അവിടെ. നല്ല സ്മാർട്ട് എല്ലാവരും ചെയ്യാൻ അവരെ പഠിപ്പിക്കണം മാത്രം. നന്നായി പഠിപ്പിച്ചാൽ നന്നായിട്ട് ചെയ്യണ കുട്ടികളാണ് അവിടെ. അപ്പോൾ അവരുടെ പാരൻസ് എങ്ങനെയായാലും വരും. അത് കാരണം ഒരുവിധം ഹോള് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓഡിയൻസ് ഉണ്ടാവും. ഉണ്ണീഷിൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ പഠിക്കാൻ വന്ന കുട്ടികൾ അപ്പം അവരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാവും മിക്കവാറും. അതെ, അവരാരെങ്കിലും കഥകളി വളരെ ഗൗരവത്തോടു കൂടി പിന്നീട് എടുത്തവരുണ്ടോ? കുറച്ച് പേര്, വളരെ കുറച്ച് പേര്. അതിൽ ഒന്ന് കഥകളി വേഷം കെട്ടിയിട്ടല്ല, വേഷം മാത്രമല്ല കഥകളി പഠിച്ച് ആ കഥകളി കൊണ്ട് അവരുടെ തിയേറ്ററിലോ ഉപയോഗിക്കാൻ അങ്ങനത്തെ ഒന്ന് മായാറാവും. പിന്നെ ഈ താര അവിടെ പോയി കഥകളി പഠിച്ചതാണ് പണ്ട് പഠിച്ച് മാധവണികരാശാൻ്റെ അടുത്തൊക്കെ പഠിച്ചതാണ്. പിന്നെ കുറച്ച് അങ്ങനത്തെ ചിലവർ പിന്നെ അതിനോട് പിന്നെ ഇഷ്ടമാണ് അവർക്ക്. അത് കഴിഞ്ഞാലും കാണാൻ വരലും. പിന്നെ ഇപ്പോഴും സീനിയർ സ്റ്റുഡൻസൊക്കെ അവർക്ക് ജോലിക്കാരായി സൗകര്യം കിട്ടിയ കഥകളി, അല്ലാണ്ട് കഥകളി മാത്രം. ഡൽഹിയിലെ നിങ്ങൾക്ക് സ്കൂൾ ഓഫ് ഡ്രാമയായിട്ട് വല്ലതും ബന്ധപ്പെടേണ്ടതുണ്ടായിട്ടുണ്ടോ? സ്കൂൾ ഡ്രാമയായിട്ട് വളരെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ബാലകൃഷ്ണൻ കുറേ കഥകൾ, ഈ വിദേശ കഥകൾ, അത് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ, അതേമാതിരി ഗ്രീക്ക് പുരാണങ്ങളിലെ ഏതൊക്കെയോ കഥകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ മാതിരി ചെണ്ടയും ഞാൻ ചില താളങ്ങൾ. അപ്പോൾ ഒഥല്ലോൻ്റെ വരവിന് ഇപ്പോൾ അഡിറ്റിക്കട വെച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു തക്ക ധീം തക്ക ധീം ധീം തക്ക ധീം തക്ക ധീം ധീം അതിന് പിന്നെ അതിൻ്റെ ഇരട്ടി അതിനനുസരിച്ച് അങ്ങനെ ചില ഞങ്ങളുടെ ചില ഐഡിയ പറയും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടം, കുമാരനാശാനും ഇഷ്ടമായി. ശരിയാണത്. മറ്റേതിപ്പോൾ ഏത് വേഷം വരുമ്പോഴും ഡഗ് നല്ല അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒഥല്ലോ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് NSD-കാരാണല്ലോ ഡ്രാമക്കാർ. അപ്പോൾ അവർക്ക് അത് വലിയ അത്ഭുതമാണ്. ഷേക്സ്പിയറിൻ്റെ ഇയാഹുവും പിന്നെ എന്താ ഒഥല്ലോ, ഡെസിമോണയൊക്കെ ഇങ്ങനെയാണ് കഥകളിയിൽ ദമയന്തിയും നളനും വരുന്ന ആൾക്കാർ കിട്ടുന്നതായിരുന്നു അവർക്ക് അത്ഭുതം. പക്ഷെ കുറച്ച് അത്യാവശ്യം ഇപ്പം ബാഹുവിൻ്റെ ഏകദേശം വേഷമാണല്ലോ ഈ ഒഥല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവർക്ക് വളരെ ഇഷ്ടമാണ്, അത് കളിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഝാൻസി കി റാണി പിന്നെ വേറെ എന്തൊക്കെ കുറേ കഥകൾ അകൂരും OMN ഇതിന് ഹെൽപ്പ് ചെയ്യും. എഴുതുക ബാലകൃഷ്ണൻ്റെ ഐഡിയ, കവിത പറഞ്ഞു കൊടുക്കും. ഇപ്പം എന്താ വെച്ചാൽ താളത്തിൽ ആക്കാനും അതൊക്കെ ബാലകൃഷ്ണനല്ലേ പറയും. അപ്പോൾ അതൊന്നും അധികമൊന്നും ഓടിയിട്ടില്ല. അതൊരു പരീക്ഷണം ഒന്നോ രണ്ടോ അരങ്ങുണ്ടാവും. മിനിസ്ട്രിയിൽ നിന്ന് ഗ്രാൻഡും കിട്ടും. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഒഥല്ലോ പിന്നെ ഷേക്സ്പിയർ വേറെ എന്തോ ഒരു കഥയുണ്ട്, അതൊക്കെ നല്ല ഓടിയുണ്ട്. നീലമണീയം ശൂർപ്പണേഖയുടെ വേറൊരു കഥയാണത്. അതൊന്നും എനിക്കറിയൊന്നും അറിയില്ല. രാമായണത്തിലെ ശൂർപ്പണേഖ അങ്ങനെയല്ലായിരുന്നു. അത് ഇങ്ങനെ ആ വിദ്യുച്ഛകനെ പ്രേമിക്കണതും രാവണൻ അയാളെ ആ കഥ അതൊക്കെ അത് നമ്മൾ കേട്ടിട്ടില്ല. അതിപ്പോൾ ഏതോ ഒരു അത് ഹിന്ദിയിൽ ആരോ എഴുതിയിട്ടില്ല. പിന്നെ പുരോഹിത രാവണൻ കേട്ടിട്ടുണ്ടോ? രാവണനെ ആണ് പുരോഹിതനായിട്ട് ശ്രീരാമൻ പൂജയ്ക്ക് വിളിക്കുന്നത്. അങ്ങനെയുണ്ടോ? ഉണ്ട്. അതിപ്പോ ഈയിടെ അത് നോർത്തിലൊക്കെ ഉണ്ട്. ഈയിടെയും കൂടിയും പറഞ്ഞിരുന്നു. പുരോഹിതനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് ജാമ്പുവാനോ ആരോ പറഞ്ഞു കൊടുക്കും. ആ അദ്ദേഹം പൂജ ജയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാവണൻ്റെ അടുത്ത് ചെന്നപ്പോൾ രാവണൻ സമ്മതിക്കുകയാണ്. ശത്രു ആയാലും ശരി ആരായാലും ശരി എന്നെ അത്രയും അറിവുള്ളാണ്. രാവണനെ വലിയ ആളായിട്ടാണ് കണക്കാക്കിയാണ്. അങ്ങനെ ഒരു കഥയുണ്ട്, രാവണൻ എന്നും പറഞ്ഞത്. അങ്ങനത്തെ ചില കഥകളൊക്കെ
പക്ഷെ അതൊക്കെ ഒന്നും രണ്ടും തവണയേ ഓടുള്ളൂ. എല്ലാവർക്കും നളചരിതവും പിന്നെ ബാക്കിയുള്ള കഥകൾ തന്നെ വേണ്ടു. കോട്ടയം കഥകൾ അത്ര അധികം കഥകളി സെൻറ്ററിൽ ഉണ്ടാവും, പക്ഷെ അമ്പലങ്ങളിലോ എല്ലാം അവർ സമ്മതിക്കില്ല. മാക്സിമം കല്യാണ സമിതിയും അത് പാഞ്ചാലരതിനെ ഒഴിവാക്കിയിട്ട് എൻകടവ മുതൽ ബാക്കി ഇതൊക്കെ കഥകളി സെൻറ്ററിൻ്റെ കളിക്ക് എല്ലാം അതുമുണ്ട്. ഉത്ഭവത്തിനും അതേമാതിരി അവിടെ പോയിട്ടാണ് കൊട്ടാൻ ശരിക്കും തരാഴുന്നത്. ബാലകൃഷ്ണൻ്റെ കുമാരനാശാൻ്റെ, അതേമാതിരി മാമ്പുഴ മാധവണികനാശാൻ്റെ ക്രിമീരവത്തിൽ ധർമ്മൂത്രം, അതിനൊക്കെ. പിന്നെ കുമാരനാശാൻ്റെ ഒന്നും കൂടി ഒരു ഇതെന്താ വെച്ചാൽ ക്രിമീരവതാണ് ചൊല്ലിയടിക്കണത്. ചെന്ന് ബാലയെ കഴിഞ്ഞ് എന്നായിക്കോട്ടെ ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അന്തരീക്ഷം പിന്നെ ആർക്കും ഒന്നും ആശാൻ്റെ ആ പറഞ്ഞില്ലും കഴിഞ്ഞാൽ പിന്നെ മറ്റേതിപ്പോൾ എന്നാൽ നമുക്ക് ഉത്സാഹിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. അങ്ങനെയാക്കും അന്തരീക്ഷം. പിന്നെ ഈ മാർഗീയത്ര ശ്ലോകവും അതൊക്കെ എനിക്കിങ്ങനെ ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തോന്നുകയാണ്. അന്നൊന്നും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇവിടെ ചെണ്ടക്കാരനും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പതിഞ്ഞകിട നിന്ദാമനു വരെ അതിപ്പോൾ ഉണ്ണീഷും ഇവർക്കൊക്കെ അറിയുണ്ടാവും. കടപടാന്നുള്ള പതിഞ്ഞകിട നിന്ദാ ഒന്നും കൊട്ടില്ല. അതിൻ്റെ മറ്റേ കത്തിവേഷമാണെന്ന് വെച്ചാൽ ആ വേഷത്തിൻ്റെ പോക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉരുളുകയും ക്രിമീരവത്തിൽ ധർമ്മപുത്രർക്ക് 17 നിന്ദ അതിനാ കറക്റ്റായിട്ട് ചിട്ടപ്രകാരമുള്ള അതന്നെ കൊട്ടാൻ അതേ സമ്മതിക്കുള്ളൂ. എന്തെങ്കിലും അതിൽ വേറെ ഒന്ന് കൊട്ടിച്ചാൽ അപ്പോൾ ആശാൻ ഒന്നിങ്ങനെ നോക്കും കുമാരനാശാൻ. അപ്പോൾ അവിടെ അത് വേണോ അങ്ങനെയാണ്. അങ്ങനത്തെ ചില അനുഭവങ്ങൾ ആണ്. ഏതായാലും നന്നായി. എന്നാന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വന്ന പ്രവാസി അല്ലാതെ ആയി. ഇത് പ്രവാസിയല്ല, എൻ്റെ എപ്പോഴും പ്രവാസിയാണല്ലേ. ഇവർ നല്ലവർ ചിലവർ എന്നെ പ്രവാസി അല്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഇപ്പം എൻ്റെ ആശാൻ്റെ ഒരു അത് പറയാൻ പാടില്ല. ഉണ്ണീഷനൊക്കെ കൃഷ്ണകുട്ടി ആശാൻ്റെ ജന്മദിന കലാസാഗർ അവാർഡ്. അപ്പോൾ എൻ്റെ പേര് 1-2 തവണ അതിപ്പോൾ ഇങ്ങനെ അവിടുന്ന് സജസ്റ്റ് ചെയ്ത് ചിലവർ. അപ്പോൾ കേരളത്തിലുള്ളവർക്കാണ് അത് ഉദ്ദേശിക്കണല്ലോ. കേരളത്തിൽ അന്ന് അപ്പോൾ അത് പറ്റില്ല നമുക്ക്. എന്നിട്ട് ഞാൻ 2 തവണ അവിടുന്ന് ചിലവ് ചെയ്തിട്ട് ഇപ്പോൾ ഫംഗ്ഷന് വന്നാൽ എന്നെ ഭയങ്കരതാണ്. എന്നെ കൊണ്ട് തന്നെ വിളക്ക് കൊളുത്തിച്ച് എന്നെ ഒരു തവണ ശ്രീകുമാരൻ തമ്പിയൊക്കെ ആയിരുന്നു കലാമണ്ഡലം കൂത്തുമല്ലത്ത് അതൊക്കെ ചെയ്യും. പക്ഷെ ആ ബാക്കി പിന്നെ വയസ്സായി 40 കഴിഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്പീശൻകുട്ടിക്ക് അടുത്ത കാലത്താണ് കലാസാഗർ അവാർഡ് കൊടുത്തത്. അപ്പോൾ അത് അങ്ങനെ ചിലവർക്കൊരു പ്രവാസി. പിന്നെ പൊതുവേ ഒരു ധാരണയാണ് കൊട്ടും ഇതൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിപ്പോൾ ഞങ്ങളും പകുതി സമ്മതിക്കണു. എന്താ വെച്ചാൽ കൊട്ട് സമ്പ്രദായമൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവരുടെയൊക്കെ വേഷത്തിന് കൊട്ടിച്ചാൽ അവർക്ക് ആ മേളം അങ്ങോട്ട് മതിയാവില്ല. നമ്മളെ ചിട്ടയായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂർ ഒരു കല്യാണ സമിതി ഉണ്ടായിരുന്നു കോട്ടയ്ക്കിൽ. ഹരികുമാർ നല്ല വേഷമാണ് അവൻ്റെ ഭീമൻ. അപ്പം എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ പാഞ്ചാലരാജത്തിന് എനിക്ക് എന്ത് ആയാലും ശരിയും ഒന്നും കൊട്ടില്ല. ഇരട്ടിയും അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇതുണ്ടല്ലോ. മാഞ്ചേൽ മിഴിയാളെ കഴിഞ്ഞപ്പോൾ ആട്ടത്തിന് വന്നപ്പോൾ വേറെ പയ്യനായിരുന്നു വന്നു. അയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ചിട്ട് കൂട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സന്തോഷമായിട്ട്. അല്ല മറ്റേ ഒന്നും മിണ്ടില്ല, ശരിയായില്ല ഇങ്ങനെയുള്ളൊരു മട്ടിൽ പോകില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം മനസ്സിൽ ഉണ്ട്. പിന്നെ ഇപ്പോൾ വയസ്സായതിൻ്റെയും അതിൻ്റെ ആയിട്ട് എന്നാലും കഴിയുന്നത്ര എന്തെങ്കിലും പറ്റിച്ചാൽ നാട്ടിൽ വരുമ്പോൾ കൊട്ടാൻ അവസരം കിട്ടിയാൽ അതൊക്കെ. ഇപ്പോൾ ബാംഗ്ലൂരാണോ അധികം? ബാംഗ്ലൂർ. ഉണ്ണീഷ്, അപ്പോൾ ഇത്രയും വലിയൊരു 10-65 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ആ അനുഭവം നമുക്കെപ്പോഴും നമ്മുടെ കല അല്ലെങ്കിൽ നമ്മുടെ കഴിവ് ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന അവാർഡ്. മറ്റേ അവാർഡുകളൊക്കെ പക്ഷെ നമുക്ക് ഒരു നമ്മളെ അംഗീകരിച്ചു എന്നുള്ളതിന് ചില പ്രത്യേക അവാർഡുകൾ തരികയായിട്ടുണ്ടാവുമല്ലോ. അത് മറ്റത് ആസ്വാദകന്മാർ അപ്പം ആസ്വദിക്കുന്നത് നമുക്ക് വലിയ അംഗീകാരമാണ്. പക്ഷേ പിന്നെ നമ്മുടെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് ചില പുരസ്കാരങ്ങൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ണീഷിന് എന്തൊക്കെയാ? ഒന്ന് ആദ്യം എനിക്ക് ഇപ്പോൾ പറയാൻ ഞാൻ ഈ സ്റ്റേജിൽ പ്രവർത്തിക്കാൻ തരായതും കൂടി ഒന്ന് സൂചിപ്പിക്കും. ഡൽഹി ജീവിതം കൊണ്ട് അത് നാട്ടിലാണെച്ചാൽ തരാവില്ല. രാമേശ്വരൻ്റെ ഒരു പരശുരാമന്
ഡൽഹിയിൽ. അത് ശിവശങ്കര മേനോനാണ് അവിടുത്തെ സെക്രട്ടറി. അദ്ദേഹം അവർ പോയി പറഞ്ഞു. ആശാൻ പത്മശ്രീ കിട്ടുന്ന സമയത്താണ് തോന്നുന്നു അവിടെ വന്നിട്ട് ശിവശങ്കര മേനോൻ താമസിക്കുന്നത്. അപ്പോൾ ആശാൻ്റെ പരശുരാമൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആര് ചെണ്ട ആര് മദ്ദല ഒന്നുമില്ല, ആശാൻ്റെ പരശുരാമൻ കാണണമെന്നാണ്. അപ്പോൾ ആശാൻ മേനോട് പറഞ്ഞു ആരെ ചെണ്ടയ്ക്ക് അവർ കുട്ടികൾ ഇവിടെ കുട്ടികളില്ലു മേനോൻ എന്താ ഈ പറയണത്, അതൊന്നും പറഞ്ഞല്ലേ മേനോൻ വിട്ടില്ല. ഇവർക്ക് രാമൻകുട്ടിയുടെ പരശുരാമനെ നാട്ടിൽ വന്ന് കൊട്ടാൻ പറ്റുമോ ജീവിതത്തിൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് കിഷോട്ടി പ്രകാശാനും മണ്ണാടിയ രസാനൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അതൊരു ചാൻസിൽ രാമൻകുട്ടിയാണ് അവരെ കൊണ്ടുവരേണ്ടത്. എന്താ വേണ്ടച്ചാൽ പറഞ്ഞു കൊടുത്തോളൂ, പരശുരാമൻ വേണം പറഞ്ഞു. ഞാനും മുരുകനാണ് പേടിച്ചിട്ട് ആകെ ഇങ്ങനെ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പരശുരാമൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തിനാ പറയേണ്ടത്, തമ്പുരാൻ പരശുരാമൻ കുട്ടി തന്നെ നിന്നിട്ട് ഈ പറഞ്ഞ മാതിരി എൻ്റെ മനസ്സും ശ്രദ്ധയും കണ്ണും എവിടെ ആരും കണ്ടിട്ടില്ല ഞാൻ, ആശാൻ്റെ മാത്രം. ചില കലാശങ്ങളൊന്നും തോങ്കാരൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ശ്രദ്ധിച്ചോ എന്നങ്ങോട്ട് പറഞ്ഞു മാത്രം. എന്നിട്ട് അത് ഒരു കുഴപ്പമില്ലാണ്ട് അടിക്കിട്ടേ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കേ ആക്ഷേപമൊന്നുമില്ല. പക്ഷേ അത് ചിട്ടയായിട്ടുള്ളതാണ്. ആ പരശുരാമനായാലും ശരി, മേള ഉണ്ടാക്കണം ഇപ്പോൾ ക്ഷത്രിയ വംശത്തിന് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹാളിൻ്റെ ഉള്ളിലായിരുന്നു ചെറുതായിട്ട്. അന്ന് കുറച്ചും കൂടി ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനൊന്നും ഒരു ആക്ഷേപവും ഇല്ലാണ്ട് അങ്ങനെ. പിന്നെ രാമകൃഷ്ണൻ്റെയും കൃഷ്ണനാരാശാൻ്റെയും അതിപ്പോഴും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് കല്യാണ സൗന്ദര്യം. അന്നും വല്ലാതെ പരിഭ്രമിച്ചു. രണ്ടാളും ഗ്രേറ്റ്. ഹനുമാൻ ഇതും കൂടി. അപ്പോൾ 28 മിനിറ്റിൽ കഴിക്കും വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷ്ണനാരാശൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് ഞാൻ സമയത്തിനനുസരിച്ച് ചുരുക്കിയിട്ട് ചെയ്യുക, അതിനങ്ങോട്ട് കൂടിയാൽ മതി എന്ന് പറഞ്ഞു. രാമകൃഷ്ണൻ പിന്നെ അവിടെ ഇരുന്നിട്ട് ഇന്ന ദിക്കിൽ ഇന്നത് തപസ് എല്ലാം ഒന്നും വേണ്ട, 3 എണ്ണം ഒന്നും വേണ്ട, തപസ് അങ്ങോട്ട് ഇളകുക. പിന്നെ ചില കലാശങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ വേണേ 28 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ആട്ടം മതി, അങ്ങനെ ചിലതൊക്കെ ഇല്ലേ, അതൊക്കെ പറഞ്ഞു തന്ന്. അതിപ്പോഴും ഉണ്ട്. അത് അങ്ങ് കേട്ട് നോക്കൂ. ഞാൻ തന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഞാനാണോ കുട്ടിയത് എന്ന് ആക്ഷേപമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചില ആരെങ്കിലും. പിന്നെ രാമകൃഷ്ണൻ്റെ നമ്പൂരാർ അവിടെ കൂടി തോടയെന്ന് പറഞ്ഞിട്ടൊരു കഥ ഇത് തുടങ്ങി. തുടക്കവും അവസാനവും ഒക്കെ ഒന്നിച്ച് രാമകൃഷ്ണനെയും പാലനാടിനെയും വിളിച്ചു. പാലനാടിൻ്റെ പാട്ട് കേൾക്കണം ആശാൻ്റെ. അപ്പോൾ ആശാനോട് ഒരു ദിവസം കീചകവധം. അപ്പോൾ കീചകവധത്തിന് പ്രശ്നമില്ല, രാമകൃഷ്ണൻ്റെ വേഷത്തിന് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാനും. അത് കഴിഞ്ഞ് 3-ാം ദിവസം തമ്പുരാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് രാമകൃഷ്ണൻ ആശാൻ പറഞ്ഞു, ഞാൻ ഇതൊന്നും പതിവില്ല ഈ 3-ാം ദിവസം ഒന്ന് കാർദ്രവേയ കുലത്തിലകാം ആശാൻ്റെ ചൊല്ലിയാട്ടം ഞങ്ങൾക്ക് കാണണം, അതിന് വേണ്ടിയിട്ടാണ്, മറിമാങ്കണ്ണി കാണാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പൂരാരൊക്കെ കൂടി നിർബന്ധിച്ചിട്ട്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താ ചോദിച്ചോ, പോയിട്ട് അവരുടെ പാലനാടിനോട് സംസാരിച്ചോ എന്നും പറഞ്ഞിട്ട് എന്നെ ദിക്കിൽ ഞാനും കൂട്ടിയിട്ടില്ല. 3-ാം ദിവസത്തിനൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. അങ്ങനെ കാണും നല്ല. പക്ഷെ അതിനിപ്പോൾ കൊട്ട എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനൊരു വേഷത്തിന് ആശാൻ്റെ പ്രധാന വേഷങ്ങൾക്കൊക്കെ അങ്ങനെ ഡൽഹിയിൽ നിന്നാണ് എനിക്ക് കൊട്ടാൻ തരായിരുന്നത്. അങ്ങനെ കൊട്ടാനും തരായുണ്ട്. പിന്നെ അങ്ങ് എന്താ ചോദിച്ചാൽ പുരസ്കാരങ്ങളല്ലേ? അതെ, പുരസ്കാരങ്ങൾ. സംഗീത നാടക അക്കാദമി ശ്രദ്ധിക്കുന്നില്ല എന്നും പറഞ്ഞ് ഡൽഹിക്കാരൊക്കെ കൂടിയിട്ട്, ഡൽഹി ബോംബെ മദ്രാസ് ഒക്കെ കഥകളിക്കാരുണ്ടല്ലോ. അപ്പോൾ ആരൊക്കെയോ കൃഷ്ണമൂർത്തി സാറാണ് അന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞിട്ട് അന്ന് എന്നിട്ട് അവാർഡ്, അപ്പോൾ ആ കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് തുടങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന്. എനിക്കായിരുന്നു കഥകളി ചെണ്ടയ്ക്കുള്ള സംഗീത അക്കാദമി അവാർഡ്. അത് കലാശ്രീ അവാർഡ് എന്നാണ്. ശരി, അങ്ങനെ പറയുക. കലാശ്രീ എന്ന് വെക്കണം എന്ന് അദ്ദേഹം പ്രത്യേക. അതാണ് ഇപ്പോൾ അന്നത്തെ ആൾക്കാരൊക്കെ കലാശ്രീ എന്ന് വെക്കും. അത് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി മിനിസ്ട്രി വന്നു, വേറെ ജോലിക്ക്. ആ കൃഷ്ണമൂർത്തി സാറ് അതിപ്പോൾ ഇല്ല, അപ്പോൾ അത് നിർത്തി. ഇപ്പോഴും അവാർഡ് കൊടുക്കണ്ടേ, അത് കലാശ്രീ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൾക്കാർ അതൊക്കെ കഴിഞ്ഞ കൊല്ലത്തിൽ ഇപ്പോൾ അക്കാഡമിയുടെ ഏറ്റവും വലിയ പുരസ്കാരം മറ്റേ ഫെലോഷിപ്പ്, അത് എനിക്കാണ് കിട്ടിയത്. 3 ആൾക്ക്. ഒന്ന് പാട്ടുകാരൻ രവീന്ദ്രൻ സാറോ, മറ്റേ മ്യൂസിക് ഡയറക്ടറില്ലേ, അദ്ദേഹത്തിനും, പിന്നെ ഒരു ഗോപിനാഥ് എന്ന് പറഞ്ഞ പിന്നെ നാടകത്തിൻ്റെ അങ്ങനെ 3 ആൾക്ക് ഞങ്ങൾക്കായിരുന്നു. അതാണ് അക്കാഡമിയുടെ ഏറ്റവും വലിയ. അങ്ങനെ പിന്നെ കലാമണ്ഡലം അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗുരുനാഥന്മാരുടെ പേരിലുള്ള മേളാചാര്യ, ഞാൻ ഒരു ആചാര്യ എന്നാലും ശരി, ആ ഇത് വെച്ചിട്ട് അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. അതാണ്
അതൊക്കെ ജീവിതത്തിൽ എന്നെ പിന്നെ PK വാര്യർ അവിടുത്തെ കോട്ടയ്ക്കിൽ ഈ അവാർഡ് കിട്ടിയതിന് എന്നെ അവിടെ അനുമോദിച്ചു കളിക്കുക. അതൊക്കെ എൻ്റെ ഒരു ധന്യ നിമിഷങ്ങളാണ് ജീവിതത്തിൽ. എന്നിട്ട് പിന്നെ ഇപ്പോൾ ബാംഗ്ലൂർ താമസം. ഇപ്പോൾ ബാംഗ്ലൂർ ഉണ്ണീഷിൻ്റെ കുടുംബം എങ്ങനെയൊക്കെയാ? അപ്പോൾ മക്കൾക്ക് രണ്ടാൾക്കും ജോലിയുണ്ട്. ഒരേ അപ്പാർട്ട്മെന്റിൽ 2 ഫ്ലാറ്റാണ്. മുകളിൽ മകളും താഴത്ത് മകനും. അപ്പം ഞാനും ഭാര്യയും അവർ രണ്ടാളുടെ കൂടെ ആയിട്ട് ഇങ്ങനെ കുറച്ചു കാലം മകളുടെ അടുത്ത് കൂടും, അല്ലെങ്കിൽ താഴത്ത് പോയി. ഭാര്യയുടെ നാട് എവിടെയാ? ഭാര്യയുടെ നാട് കോതനാത്ത് കുഞ്ഞിൻ്റെ അമ്മ എന്നാണ് പാഞ്ഞാളി സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു മെഡലൊക്കെ തന്നത്, വെള്ളി മെഡൽ തായം പോയി എന്തോ. പിന്നെ കോതനാത്ത് നിന്നാണ് ഈ കല്യാണം. അങ്ങനെ കുടുംബം 2 മക്കളുമാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, എൻ്റെ സുഖമായിട്ട് ജീവിക്കണു. മക്കളുടെ അടുത്ത് ജീവിക്കുക. പിന്നെ മകളുടെ മകൻ ചെണ്ട വലിയ ഇൻട്രസ്റ്റ് ആണ്, അതിൽ പഠിക്കുന്നുണ്ട്, ചെണ്ട പഠിക്കുന്നുണ്ട്. ഇപ്പൊ 10 വയസ്സ്. പിന്നെ എല്ലാ ഡ്രമ്മും ഉണ്ട് അയാൾക്ക്, എന്താ ജമ്പേ, പിന്നെ എന്താ ഈ കോലുണ്ടിൽ അതൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ സന്തോഷത്തോട് കൂടിയിട്ടാണ്. പിന്നെ വേറെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, എൻ്റെ കൊട്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ അകൂർ മുതൽക്ക് എല്ലാവരും കേട്ടിട്ട് ആരും ഈ ചെണ്ട പോരാട്ടമെന്നോ അങ്ങനെ എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. ചെണ്ട മതിയായില്ല അങ്ങനെ പറയാലോ, ഒപ്പൊക്കെ പറയുന്നുണ്ടല്ലോ, അതുണ്ടായിട്ടില്ല. അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോഴൊക്കെ അച്ചുണ്ണിപ്പോ എൻ്റെ ശിക്ഷണമെന്ന് പറഞ്ഞാൽ തന്നെ മതി, പിന്നെ നേരെ ആവാണ്ടിരിക്കില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ഇപ്പോൾ പിന്നെ ഇന്നത്തെ മാതിരി പിന്നെ ഈ ക്രിറ്റിക്സ് ഒന്നുമില്ല. ഇന്നിപ്പോൾ ഒരു കണക്കിൽ ഈ ചെണ്ടക്കാർക്കും പാട്ടുകാർക്കും വേഷക്കാർക്കൊക്കെ വളരെ സന്തോഷമാണ്. അവർ നല്ലതും ചീത്തയും പറയാൻ എത്ര മീഡിയയും എന്തൊക്കെയാണ്, അതൊന്നുമില്ല. ആരും ഒന്നും പറയില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചീത്ത പറയുള്ളൂ. ഒരു പിന്നെ നന്നായി എന്ന് അച്ഛന്മാരും പറയില്ല. ഇന്നിപ്പോൾ അതൊന്നല്ലേ, കഴിഞ്ഞ വഴി ഇങ്ങോട്ട് വന്നാൽ അവരെ അനുമോദിച്ച് അത് അവർക്കും ഇതിനും. ഇന്നിപ്പോൾ വേറൊന്നും കൂടി ഉണ്ട് ഉണ്ണീഷ, നന്നായില്ലെങ്കിലും പ്രാസംഗികന്മാർ നന്നായി എന്നാ പറയാം. നന്നായി എന്ന് പറയും. അവർ പ്രസംഗിക്കണവരാണ് അവര്. കാരണം അതിൻ്റെ ഒരു വഴിയാണ് ഇപ്പം സമ്പ്രദായം. അല്ല അത് പക്ഷേ ഈ കുട്ടികാർക്ക് ഇപ്പോൾ നന്നായി എന്ന് പറഞ്ഞാലും ആ കുട്ടി, എനിക്ക് കുറച്ച് കുട്ടിനെ പറ്റി എനിക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, നന്നായിയോ നന്നായില്ലേ പറയണത് എനിക്ക് തോന്നുന്നു. പുറത്തേക്ക് പറയണ്ടാച്ചാൽ അത് പണ്ട് യാതൊരു ഇതുമില്ല എന്നർത്ഥം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. പിന്നെ ഏകദേശം സമയമായി തോന്നുന്നു ഇല്ലേ? നമ്മൾ ഏതായാലും വളരെ സന്തോഷമായി, ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ടുള്ള ചില നിമിഷങ്ങളാണ്. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഈ ചെണ്ടക്ക ഇത് ആദ്യം തോന്നിയില്ലേ, അത് തോന്നിയിട്ടുള്ള കലാമണ്ഡലം ഉണ്ണീഷിന് വളരെ നന്ദി പറയണം. അങ്ങേക്ക് പ്രത്യേകം നന്ദി. എന്നെ അറിയണ ആളെ അതുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ ചോദിക്കുക അങ്ങനെയല്ല. ഇതിപ്പോൾ സ്വന്തം ഒരു ഔപചാരികമായിട്ടില്ല, അല്ല എൻ്റെ അനൗപചാരിക എന്താ പറയുക, അങ്ങനെ അത് വളരെ അല്ല, എനിക്കിതൊരു വലിയൊരു പാഠമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് നമ്മൾ സംസാരിക്കാറുണ്ട്, അതിൽ പ്രത്യേക സന്തോഷം. ഇപ്പോൾ ഉണ്ണീഷൻ പറയുമ്പോൾ ആശാമാരെ മനസ്സിൽ കൂടെ ഇങ്ങനെ വ്യാപരിക്കുകയാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടായി വിളിക്കണം. അതേമാതിരി അച്യുണ്ണിപ്പുഴൻ്റെ ഈയിടെ ഒരു രാഷ്ട്രപതി കേട്ടിട്ടുണ്ട്, ഞാനത് ഇതിലിട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ഗ്രൂപ്പും കൂടി കേട്ടിട്ടുണ്ട്. എന്താ പാട്ട്! അതിപ്പോഴാണ് അത് കേൾക്കുമ്പോഴാണ് ആ സംഗീതത്തിൻ്റെ ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് വിചാരിച്ച് വളരെ ഇതായിട്ടുള്ള രാഗം അതൊന്നുമല്ല. ആ അഷ്ടപതിയൊക്കെ ആ ഇടയ്ക്കും കൂട്ടിയിട്ട് കേൾക്കുമ്പോൾ പിന്നെ ആശാൻ്റെ ഒരു തായമ്പുക ഒരു പയ്യനും കൂടിയിട്ട് കൊട്ടണത് വയ്യാൻ്റെ ആയിട്ടാണ് കൊട്ടണമെന്ന് അതിൽ നിർബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. 1987 ഒരു തായമ്പയുണ്ടായി ആശാൻ്റെ, അച്ചുണ്ണി ആശാൻ്റെ. എന്ത് ഭംഗിയായിട്ടുള്ള ചെറിയ തായമ്പക, ഒരു 1 മണിക്കൂർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കാൻ സറായി ഉണ്ണീഷൻ അവിടെ ചോദിച്ചപ്പോൾ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം എനിക്കും അവിടെ ഇങ്ങനെ ഒരു ഇവിടെ വരാനും ഇങ്ങനെ തരായതിൽ അതിന് നന്ദി പ്രത്യേകം പറയാം. എന്താ വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കൂടി ഇവിടെ വന്നാൽ, അല്ലെങ്കിൽ എന്നെ അറിയിപ്പിച്ചാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരും. അത് പതുക്കെ ടിക്കറ്റ് കിട്ടാനും മറ്റേ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് വന്നുകൊണ്ട് പ്രത്യേകം നന്ദി. ഒക്ടോബർ നവരാത്രി കാലത്ത് നാട്ടിലുണ്ടാവുമോ? നാട്ടിലുണ്ടാവണം വെച്ചാൽ അങ്ങനെയാണ് എന്തെങ്കിലും വല്ല ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരും നവരാത്രി കാലത്ത്. ആയിക്കോട്ടെ, അങ്ങനെ നോക്കാം നമുക്ക്. ശരി എന്നാ.
ശരി, നമസ്കാരം. ഉണ്ണീഷ, ഇപ്പം ഏതായാലും അനവധി കാര്യങ്ങൾ ഉണ്ണീഷൻ പറഞ്ഞു. വളരെ സന്തോഷമായി. കുറച്ച് ഒന്ന് കൊട്ടി കാണിച്ചിട്ട് അത് അവസാനിപ്പിക്കാം. പറ്റെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ ആദ്യം പഠിച്ച ഗണപതി കയ്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണീഷിന് ഇഷ്ടമുള്ള ഭാഗം ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട്. ഞാൻ ആദ്യത്തെ ഗണപതിക്ക് നോക്കാം. ഗണപതിക്ക് എന്നെ പഠിപ്പിച്ചത് ഇതാണ് എന്നെ ആദ്യം പഠിപ്പിച്ചിട്ടുള്ള ഗണപതിക്ക്. അത് ഏകദേശം മദ്ദളത്തിൻ്റെ ഒരു ഗണപതിക്ക് മാതിരിയാണ്. ഇനി അത് കലാമണ്ഡലത്തിലേക്ക് ചെന്നപ്പോൾ ഗണപതി കൈ മാറി കാണുന്ന കൈ കൊണ്ടാണ്.